culture is always connected with class in Marxism. മാർക്സിസത്തിന് പ്രകാരം കൾച്ചർ എക്കാലത്തും ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. എവറി ക്ലാസ് ഡെവലപ്പ് പെർട്ടിക്കുലർ ഫോം ഓഫ് കൾച്ചർ ആൻഡ് ഫോംസ് ഓഫ് ബിഹേവിയർ. എല്ലാ ക്ലാസ്സിലും അവരവരുടേതായ എന്തുണ്ട്, പെർട്ടിക്കുലർ ഫോംസ് ഓഫ് കൾച്ചർ ഉണ്ട്. Dominant class make their cultural form good, have quality, so-called quality, and consider the expressions of working class as inferior. നമ്മൾ പറഞ്ഞു സൂപ്പർ സ്ട്രക്ചറിലാണ് എന്തുള്ളത്, ഈ കൾച്ചറും ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഉള്ളത്. അപ്പോൾ ഡോമിനന്റ് ക്ലാസ് ആരാണോ ഡോമിനന്റ് ആയിട്ടുള്ള ക്ലാസ്, അവരുടെ കൾച്ചറൽ ഫോംസിനെ ഗുഡായി ചിത്രീകരിക്കും. ദാറ്റ് ഈസ് സോ കോൾഡ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. ആൻഡ് കൺസിഡർ ദ എക്സ്പ്രഷൻസ് ഓഫ് വർക്കിംഗ് ക്ലാസ് ആസ് ഇൻഫീരിയർ. വർക്കിംഗ് ക്ലാസിന്റെ എക്സ്പ്രഷനുകളെ ഇൻഫീരിയർ ആയിട്ട്, താഴെ തട്ടിലുള്ളതായിട്ട് കാണും. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ സ്ട്രീറ്റ് പ്ലേ, ഫുട്ബോൾ, കോമഡി, തെയ്യം, ഇതൊക്കെ തന്നെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ എന്റർടൈനിങ് ഫാക്ടറുകളാണ്. സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകങ്ങൾ പ്രോലിറ്റേറിയറ്റ് ക്ലാസിന്റെ, വർക്കിംഗ് ക്ലാസിന്റെ ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ തന്നെയാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിനുള്ള അങ്ങനെ ഒരു ചരിത്രമുണ്ടല്ലേ. ഫുട്ബോൾ എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിന്റെ എന്റർടൈൻമെന്റ് ആണ്. കോമഡി, അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ കാണുന്ന തെയ്യം എടുത്തു നോക്കുക. അതിന് ഈ തെയ്യത്തിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ക്ലാസിക്കൽ ഡാൻസുകളാണ്. ക്ലാസിക്കൽ ഡാൻസ് ഫോർ എക്സാമ്പിൾ കഥകളി അല്ലെങ്കിൽ മോഹിനിയാട്ടം, സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ഒരു സവർണ ആധിപത്യമുള്ള സവർണ വിഭാഗങ്ങൾക്ക് മാത്രം പ്രാപ്യമായ കലാരൂപങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസ്. പക്ഷെ തെയ്യം എടുത്ത് നോക്കുക. തെയ്യം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും സവർണരല്ലാത്ത ആളുകൾ, അവർണരുടെ അവര് ആ നിമിഷം എന്ത് ചെയ്യാണ്, ദൈവമായി മാറുകയാണ്. ഈ തെയ്യം കെട്ടുന്ന ആൾ എന്ത് ചെയ്യാണ്, തെയ്യം കളിക്കുന്ന സമയത്ത് അയാൾ ദൈവമാകുകയാണ്. അപ്പോൾ മുന്നിൽ വരുന്ന മറ്റ് ജാതിക്കാർ എന്ത് ചെയ്യാണ്, തന്നെ ഒരു നിമിഷം തന്നെ തൊഴുന്നുണ്ട്, ദൈവമായി കണക്കാക്കി തൊഴുന്നുണ്ട്. സോ ഇതൊക്കെ പറയാൻ കാരണം, പക്ഷെ ഇതിനെ ഒരു കാലത്ത് ഈ മേലെ പറഞ്ഞ സ്ട്രീറ്റ് പ്ലേ, ഫുട്ബോൾ, കോമഡി, തെയ്യം, ഇതിനൊന്നും ആളുകൾ എന്ത് ചെയ്തില്ല, അപ്പർ ക്ലാസ് അംഗീകരിച്ചിരുന്നില്ല. അപ്പർ ക്ലാസ്സിന്റെ താല്പര്യങ്ങൾ, ഈ ടേസ്റ്റുകൾ എന്തിലായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ ഈ ഫുട്ബോളിന് പകരം ഗോൾഫ് എടുത്ത് നോക്കുക. ഗോൾഫ് എന്നുള്ളത് ഒരു അപ്പർ ക്ലാസിന്റെ ഗെയിമാണ്. അല്ലെങ്കിൽ ആർട്ട് ഗാലറികൾ, ഇതൊക്കെ ഒരു അപ്പർ ക്ലാസിന്റെ ടേസ്റ്റുകളാണ്. അപ്പൊ ഇത് പറയാൻ കാരണം, popular culture does not receive the same kind of acclaim and attention and privilege like the expression of upper class. So upper class always make, നമ്മൾ താഴെ പറഞ്ഞ ക്ലാസിക്കൽ, നമ്മൾ ഇവിടെ അറിയാം ക്ലാസിക്കൽ ഡാൻസിന് ഇവിടെ കിട്ടുന്ന ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പോപ്പുലർ കൾച്ചർ അല്ല. കഥകളി നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഗോൾഫ് നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവും, ആർട്ട് ഗാലറിയിൽ ഉണ്ടാവുന്ന ചിത്രങ്ങൾ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവും. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള കൾച്ചർ അല്ല. ഇതിന് ഒരുപാട് പോപ്പുലേഷന്റെ ശ്രദ്ധയോ അംഗീകാരമോ കിട്ടുന്ന സാധനങ്ങളല്ല. പക്ഷെ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഇവിടെ അലിഖിതമായൊരു നിയമമാണ്. സോക്കോൾഡ് ക്ലാസിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തോ വലിയ സംഭവമാണ്, തെരുവ് നാടകങ്ങളൊന്നുമല്ല, അത് ഇൻഫീരിയർ ആണെന്നുള്ളൊരു ബോധം. ആ ബോധം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? അപ്പർ ക്ലാസ് ആണ് എന്നാണ് ആര് പറയുന്നത്? മാർക്സിസം പറയുന്നത്. അല്ലെങ്കിൽ thus the canon formation is not exactly based on the quality of work, but it is determined by the class of the author and reader to which they belong to. That is, what do you mean by canon formation? Canon formation എന്ന് പറഞ്ഞാൽ നമ്മളെ സിലബസിലേക്ക് വരുന്ന പോയംസ്, നമ്മളെ സിലബസിലേക്ക് വരുന്ന നോവൽ, ഡ്രാമ, പോയം, പ്രോസ്, ഫിലിംസ്, അല്ലെങ്കിൽ സോക്കോൾഡ് മുഖ്യധാര എന്ന് വിളിക്കുന്ന നമ്മൾ മുഖ്യധാരയിലേക്ക് ചില വർക്കുകൾ എത്തും, അല്ലെ? അല്ലെങ്കിൽ ചില വർക്കുകൾ ഫേമസ് ആവുന്നു, അല്ലെങ്കിൽ ചില വർക്കുകൾക്ക് ഒരുപാട് റീഡർഷിപ്പ് കിട്ടുന്നു, അത് സിലബസുകളിലേക്ക് വരുന്നു, അത് ലിറ്ററേച്ചർ ഫെസ്റ്റുകളിൽ ചർച്ചയാക്കുന്നു. ആ രീതിയിൽ അതിനാണ് നമ്മൾ കാനൺ ഫോർമേഷൻ എന്ന് പറയുന്നത്, മുഖ്യധാരയിലേക്ക് എത്തുക. അപ്പോൾ ഈ മുഖ്യധാരയിലേക്ക് എത്തുക എന്നുള്ളത് ആരാണിത് ഡിറ്റർമൈൻ ചെയ്തത്? ഹു ഡിഫൈൻസ് ഇറ്റ്, വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ്? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ക്ലാസ് ഓഫ് ദ ഓതർ. ക്ലാസ് ഓഫ് ദ ഓതർ ആണ്. ഇത് ക്വാളിറ്റി അനുസരിച്ചല്ല ഇത് തീരുമാനിക്കപ്പെടുന്നത്. ഇതിന് പിന്നിൽ ഒരു മൂലധന
ശക്തിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണ് വർക്കിംഗ് ക്ലാസിൻ്റെ ആർട്ടും ലിറ്ററേച്ചറും വേണ്ട രീതിയിലുള്ള പ്രാധാന്യമോ പരിഗണനയോ കിട്ടാത്തതിൻ്റെ കാരണം ആർട്ടും ലിറ്ററേച്ചറും കൾച്ചറും അടങ്ങിയിട്ടുള്ള ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ, നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചറിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് ബൈ ദ ഡോമിനന്റ് ക്ലാസ് ഓർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെയും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്ലാസിൻ്റെ വർക്കുകൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, വേണ്ട രീതിയിൽ പ്രാധാന്യമോ പരിഗണനയോ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയും ക്വാളിറ്റിയിൽ ഗുഡായിരിക്കണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് നമുക്ക് ലിറ്റററി തിയറിയാണ് അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസം ആണ് പറയുന്നത് അല്ലെ. ക്രിറ്റിസം മീൻസ് എന്താണ്, ഒരു വർക്കിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ്. വി ആർ ഗോയിങ് ബിഹൈൻഡ് ദ ഗുഡ് ആൻഡ് ബാഡ് ഓഫ് എ വർക്ക്, ഇറ്റ്സ് ക്വാളിറ്റീസ് അല്ലെ, അതൊക്കെ പഠിക്കാൻ പോകണം. അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ വർക്കിൻ്റെ അങ്ങനെ നമ്മൾ പഠിക്കാൻ നമ്മുടെ സിലബസിലേക്ക് ഇത് വരുന്നത് എങ്ങനെയാണ്? ഇത് സിലബസിലേക്ക് വരുന്നതിന് പിന്നിലൊരു എക്കണോമിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ അപ്പർ ക്ലാസിൻ്റെ വർക്കുകൾ അല്ലെ, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ആദിവാസി കവിയുടെ കവിത നമുക്ക് പഠിക്കാനുണ്ടോ? അല്ലെ, ഒരു ദലിത് ഇതിൻ്റെ കവിത നമുക്ക് പഠിക്കാനുണ്ടോ? അല്ലെങ്കിൽ എത്ര കവിതകളുണ്ട്, അല്ലെങ്കിൽ എത്ര സിനിമകൾ ആ രീതിയിലൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിൻ്റെ വർക്കുകൾ എന്തുകൊണ്ട് കാനണിലേക്ക് മുഖ്യധാരയിലേക്ക് വരുന്നില്ല? അതിൻ്റെ കാരണം അന്വേഷിച്ചാണ് മാർക്സിസ്റ്റ് ലിറ്റററി തിയറി പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ഇങ്ങനെ വരുമ്പോൾ ഹൗ ഡസ് എ മാർക്സിസ്റ്റ് ക്രിറ്റിക് റീഡ് എ ലിറ്റററി ടെക്സ്റ്റ്? So we are coming to our point, that is our subject, that is Marxist literary criticism, Marxist literary theory. അപ്പോൾ മാർക്സിസ്റ്റ് regard a literary text as a product of material and historical condition. Text reflects existing ideology of certain society. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത് എല്ലാം പ്രൊഡക്റ്റുകളാണ്. എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? ഇവിടുത്തെ മെറ്റീരിയലിസ്റ്റിക് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ട് ഫോംസിലും ഈ ലിറ്ററേച്ചറിലും ഒക്കെ ഐഡിയോളജി, എഴുതുന്ന ആളുടെ ഐഡിയോളജി മാത്രമല്ല, ആ സമയത്തെ സൊസൈറ്റിയുടെ ഐഡിയോളജി, സൊസൈറ്റിയുടെ റൂളിംഗ് ക്ലാസിൻ്റെ ഐഡിയോളജി കൂടി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് ഡസ് നോട്ട് ആക്സെപ്റ്റ് theories of artist as a genius or artist as a solitary thinker. That is, കലാകാരൻ എന്ന് പറയുന്നത് ഒരു ഭീകരമായൊരു ബുദ്ധിജീവിയാണെന്നോ, കലാകാരൻ എന്നുള്ളത് ഒരു സോളിറ്ററി തിങ്കർ, ദാറ്റ് മീൻസ് ഇദ്ദേഹം സ്വയം ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു ബോധോദയം പോലെ ഇദ്ദേഹത്തിൻ്റെ കഴിവാണ് മൊത്തം അതിൽ പ്രതിഫലിപ്പിക്കുന്നതെന്നോ അഭിപ്രായം ആർക്കില്ല? ഒരു മാർക്സിസ്റ്റ് തിങ്കറിന് ഇല്ല. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ടേസ്റ്റുകൾ മാത്രമല്ല ഈ കവിതയിലുള്ളത്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസിൻ്റെ, കാസ്റ്റിൻ്റെ, ജെൻഡറിൻ്റെ, കൺട്രിയുടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റുകൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സ്വാധീനം ഇദ്ദേഹം എഴുതുന്ന വർക്കിൽ, ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രത്തിൽ ഉണ്ടാവുമെന്നതാണ്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഒരു വർക്കിനെ സമീപിക്കാൻ. So Marxism asks us to focus on the social position of the writer and artist. So we need to focus on the social position of the writer or social position of the artist. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എടുത്താൽ ഒരു സവർണനായ ആളെ എഴുതിയ അന്നത്തെ കാലത്ത് ഈ എഴുത്തും വായനയും ഒക്കെ പ്രാപ്യമായിരുന്നത് സവർണ ആയ ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ അദ്ദേഹം എഴുതുന്ന വർക്കുകളിൽ പലപ്പോഴും അവർണരായ ആളുകൾ എന്ത് ചെയ്യും? ഇകഴ്ത്തിയും മോശക്കാരാക്കിയും ചിത്രീകരിക്കും. അദ്ദേഹം എഴുതുന്ന കഥകളിൽ കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ആരായിരിക്കും? താഴ്ന്ന ജാതിക്കാർ എന്ന് ഇവർ വിളിക്കുന്ന ആളുകളായിരിക്കും. അതേ സാധനം യൂറോപ്യൻ കോണ്ടക്സ്റ്റിലേക്ക് എടുത്താൽ രാജാധികാരവുമായി ബന്ധപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് അല്ലാത്ത അപ്പർ ക്ലാസ് ആയ ആളുകൾ ഒരു സംഗതി എഴുതുമ്പോൾ
അവർ വർക്കിംഗ് ക്ലാസ്സിനെ മോശക്കാരായി ചിത്രീകരിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ ഈ ഹിസ്റ്ററി നമ്മൾ ഇപ്പം പഠിക്കുകയാണ്, നമ്മൾ അന്നത്തെ വർക്ക് റെഫർ ചെയ്തുകൊണ്ട് ഇന്ന് ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ എഴുതി വെച്ചതൊക്കെ സത്യമാണ് എന്ന തരത്തിൽ പഠിക്കാൻ പാടില്ല. റൈറ്ററുടെ ക്ലാസും റൈറ്ററുടെ കാസ്റ്റും റൈറ്ററുടെ സോഷ്യൽ പൊസിഷനും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ അതിലൊരു കൺക്ലൂഷൻ എത്താൻ പറ്റൂ. അൾട്ടിമേറ്റ് ട്രൂത്ത് ഒരിക്കലും എന്തിലില്ല, ഈ ടെക്സ്റ്റുകളിലില്ല എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ. That is, in order to understand why particular forms and themes appeared in the first kind of poetry, that is Chaucer and Spenser, we need to we need to locate these authors and their context. That is, Chaucer and Spenser, 15th century, 14th century British writers, and they were always connected with patronage, and they were always connected with monarchy. Other examples are Americans portrayed as saviors of the world in a Hollywood film. So in Hollywood films, ഹോളിവുഡ് സിനിമകൾ ഫോർ എക്സാമ്പിൾ ഡൈ ഹാർഡ് പോലെയുള്ള അല്ലെങ്കിൽ ചില അമേരിക്കൻ ഫിലിംസ് നമുക്കറിയാം, അതിൽ ലോകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് അമേരിക്കൻ അമേരിക്കൻ ഐഡന്റിറ്റി ഉള്ള ഒരാൾ വന്നിട്ട് ലോകത്തിനെ രക്ഷിക്കുകയാണ് ചെയ്യുക. ഒരു സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോവോ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും രക്ഷിക്കും. അല്ലെങ്കിൽ ഓൾ ദി സൂപ്പർ ഹീറോ, നമുക്ക് ഈ അവഞ്ചർ സീരീസിൽ വരുന്ന അല്ലെങ്കിൽ എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക, നിങ്ങളത് കാണുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് അതിന്റെ പേര് പോലും. അപ്പോൾ അതേ ക്യാരക്ടറിന്റെ പേര് ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ്. സോ ഇത് ഉണ്ടാക്കുന്നത് ഹോളിവുഡ് ഇൻഡസ്ട്രിയാണ്, ദാറ്റ് ഈസ് അമേരിക്കൻ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ലോകത്തിനെ മൊത്തം രക്ഷിക്കാൻ തക്കോണമുള്ള മിഷഹയായിട്ട് അമേരിക്കക്കാരെ അവര് തന്നെ എന്ത് ചെയ്യും, ചിത്രീകരിക്കുക. ഇത് കാണുന്ന ഏഷ്യൻ കൺട്രീസിലുള്ള ഇന്ത്യൻ കൺട്രിയിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, അമേരിക്കക്കാർ സംഭവമാണ് എന്നൊരു ബോധം നമുക്ക് കിട്ടുകയാണ്. ഇതിനാണ് നമ്മൾ ഐഡിയോളജിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. സിംപ്ലി ഈ ആർട്ട് വർക്കുകളിലൂടെ നമുക്ക് ആകെത്തുകയായി കിട്ടുന്ന എന്താണ്, അമേരിക്കക്കാരൊരു സംഭവം തന്നെ. ആക്ച്വലി അമേരിക്കക്കാർ സംഭവമാണോ, അത് മറ്റൊരു ചോദ്യമാണല്ലേ. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ സംവിധായകൻ ആരാണ്, ഇതിന്റെ തിരക്കഥാകൃത്ത് ആരാണ്, ഇതിന്റെ നിർമ്മാണം നിർവഹിക്കുന്ന കമ്പനി ഏതാണ് എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും മനസ്സിലാവും. സോ like this we have to analyze a text. Marxist approach asks us to pay attention on profit, financial and cultural profit. That is, ഈ റൈറ്റർ ഇത് എഴുതുന്നതിന് പിന്നിൽ എന്തോ ഒരു പ്രോഫിറ്റ് ഉണ്ട്. either it will be financial profit or either it will be cultural profit. കൾച്ചറൽ പ്രോഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അമേരിക്കൻസ് ആ രീതിയിലുള്ള ഹോളിവുഡ് സിനിമ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കൾച്ചറൽ പ്രോഫിറ്റ് എന്താണ്, they are portrayed as superior in the world. അങ്ങനെ ഒരു ഇത് അവർക്ക് കിട്ടുന്നു. അതേ രീതിയിൽ സോ ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസ് ദിസ് ആർട്ട് ടു സെൽ. ആഫ്റ്റർ ഓൾ ഇത് വിൽക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് locates not only the text and author in the social context but also the reader. So in Marxist literary criticism, a reader is having same important as the author. ഓതറിനെ പോലെ തന്നെ റീഡർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഷേക്സ്പിയറിന്റെ ഓഡിയൻസ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളൊരു റിലീജിയസ് ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യണം. ഒരു റിലീജിയസ് ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ റീഡേഴ്സ് ആരായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആരായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിസത്തിൽ അങ്ങനെയാണ് പറയാം, ഇത് അന്നത്തെ ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് ഇന്നത്തെ ആളുകൾക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ഇതിൽ മോഡിഫിക്കേഷൻ വരണമെന്ന് മാർക്സിസം റിലീജിയനെ വിമർശിക്കുമ്പോൾ പറയാറുണ്ട്. റീഡേഴ്സ് മേക്ക് മീനിങ്. റീഡേഴ്സ് ഇതിൽ നിന്ന് മീനിങ് ഉണ്ടാക്കും. എങ്ങനെയൊക്കെയാണ് മീനിങ് ഉണ്ടാക്കുക? സോഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് ക്ലാസും കാസ്റ്റും റേസും ജെൻഡറും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റീഡർ ഇതിൽ നിന്ന് മീനിങ് ഉണ്ടാക്കും. സോ വി നീഡ് ടു ലൊക്കേറ്റ് authors, class, caste, race and gender. At the same time we need to locate readers, class, caste, race and gender.
ഓതറിൻ്റെയും റീഡറിൻ്റെയും എന്ത് ചെയ്യണം, ക്ലാസും കാസ്റ്റും റേസും ജെൻഡറും ഒക്കെ നോക്കി വേണം നമ്മളൊരു ലിറ്റററി വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ. ദാറ്റ് ഈസ്, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രിന്റിംഗ് പ്രസ് വന്നപ്പോൾ ബുക്സ് ബിക്കം ചീപ്പ്. പ്രിന്റിംഗ് പ്രസ് വന്നപ്പോൾ ബുക്സ് ബിക്കം ചീപ്പ് ആൻഡ് ദ നേച്ചർ ഓഫ് റീഡർഷിപ്പ് ചേഞ്ച്ഡ്. ദാറ്റ് ഈസ് മോർ മിഡിൽ ക്ലാസ് കുഡ് അഫോർഡ് റീഡിങ്. ഒരുപാട് മിഡിൽ ക്ലാസ് ആയ ആളുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ഓഫ് വർക്കിംഗ് ക്ലാസ് ബിക്കേം ഇറ്റ്സ് തീം. ഇതിൻ്റെ തീമിലേക്ക് വർക്കിംഗ് ക്ലാസിൻ്റെ തീം വരാൻ തുടങ്ങി, അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ തീം വരാൻ തുടങ്ങി. ദാറ്റ് ഇസ് സിംപ്ലി ഈ പ്രിന്റിംഗ് പ്രസ് വന്നു എന്നുള്ളത് ഒരു എക്കണോമിക് ഫാക്ടർ അല്ലേ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക് ബേസിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പ്രിന്റിംഗ് പ്രസ് എന്നുള്ളത്. അത് സാമ്പത്തികം കൊണ്ട് വന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റീഡർഷിപ്പ് മാറിയത്. ആളുകൾക്ക് കൂടുതൽ പുസ്തകം വാങ്ങാൻ പറ്റുന്നു, പൈസ ചീപ്പായതുകൊണ്ട് വാങ്ങാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ഇത് വായിക്കാൻ തുടങ്ങിയതുകൊണ്ട് സാധാരണക്കാരൻ്റെ തീം ഇതിൽ വരണമെന്ന് വാദിക്കുന്നു. സോ ഇവിടെയാണ് എങ്ങനെയാണ് എക്കണോമി ഇതിൻ്റെയൊക്കെ ബേസ് ആവുന്നത് നമ്മൾ പറയുന്നത്. സെയിം ഈസ് ആപ്ലിക്കബിൾ ടു ഫിലിംസ്. So I have said in previous classes 70s മലയാള സിനിമയിൽ എന്തുണ്ടായിട്ടുണ്ട്, ഒരു അപ്പർ ക്ലാസിൻ്റെ ലൈഫ് മാത്രം വളരെ നാച്ചുറൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അന്ന് മലയാളത്തിൽ എന്തില്ല, അങ്ങനെ ഒരു ക്ലബ് ലൈഫോ ബാർ ഡാൻസോ ഒന്നും കേരളത്തിൽ അത്ര സജീവമായിട്ടില്ല, അത്ര നാച്ചുറലും ആയിരുന്നില്ല. അതൊക്കെ എന്തോ വലിയ അത്ഭുതം പോലെ ജനങ്ങൾ കാണുന്ന ഒരു സംഗതിയാണ്. പക്ഷേ 70s മലയാള സിനിമയിൽ അതുണ്ട്. അതിൻ്റെ കാരണം എന്താണ് ഫിലിം മേക്കറിൻ്റെ ക്ലാസ് ആ ക്ലാസ് ആയിരുന്നു, അല്ലെ ഫിലിം മേക്കർ പ്രതിദാനം ചെയ്യുന്ന ടീമിന് അത് നാച്ചുറൽ ആയിരുന്നു, അത് സ്വാഭാവികമായിരുന്നു. പക്ഷെ ഓഡിയൻസിന് അത് സ്വാഭാവികമായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുക, 2000-ന് ശേഷം എല്ലാ വിഭാഗം ആളുകളും സിനിമയിലേക്ക് വന്നു. എല്ലാ വിഭാഗം ആളുകളും മലയാള സിനിമയിൽ ദളിതെന്നോ, പണ്ട് മുസ്ലിം പ്രാതിനിധ്യം ഇതിൽ കുറവായിരുന്നു. അപ്പോൾ ദളിത്, മുസ്ലിം അല്ലെങ്കിൽ സ്ത്രീ സംവിധായകർ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസിൻ്റെ, കാസ്റ്റിൻ്റെ, റിലീജിയൻ്റെ, ജെൻഡറിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇവരെന്ത് ചെയ്യും, ഈ ഫിലിംസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതിന്റെ പ്രശ്നം എവിടെയാണ്, നമ്മൾ പഴയ ഫിലിം കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്, ഇതാണ് സത്യം എന്നുള്ളത്. സോ അതാണ്, ദാറ്റ് ഈസ് ഈ പവർ എല്ലാ കാലത്തും ഐഡിയോളജിയെ സ്വാധീനിക്കും. അപ്പോൾ ഒരു കാലത്ത് ഈ റൈറ്റിങ്ങിന്റെ പാട്രണേജ് മൊത്തം ഉണ്ടായിട്ടുള്ളത് അപ്പർ ക്ലാസ്സിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഫിലിം മേക്കിങ്ങിന്റെ പാട്രണേജ് മൊത്തം ഉണ്ടായിരുന്നത് ഹോളിവുഡ് ഇൻഡസ്ട്രിക്കാണ്. അങ്ങനെ വരും ഇവർ അവരുടെ വിഭാഗത്തിനെ എന്ത് ചെയ്യും, വളരെ നാച്ചുറലായിട്ട് അവരാണ് സുപ്പീരിയർ എന്നതിലൂടെ കാണിക്കും. അതിനെ വിശ്വസിക്കരുത്, അതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസം പറയുന്നത്. സോ ഇങ്ങനെ വരുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്താണ്, നമ്മൾ ഈ ടെക്സ്റ്റുകളിലൂടെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും, ദാറ്റ് ഈസ് ബുക്സ്, ആർട്ട്, ലിറ്ററേച്ചർ, റിലീജിയസ് ടെക്സ്റ്റ് എല്ലാം ഉൾപ്പെടും. അങ്ങനെ ഈ ടെക്സ്റ്റുകളൊക്കെ എഴുതിയത് ആരാണ്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുക ഈ ക്ലാസ് സ്ട്രഗിളിനേക്കാൾ കൂടുതൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ കണ്ടാൽ ആണുങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ എഴുതി വെച്ചു. പെണ്ണ് ഇന്ന സോക്കോൾ ഇന്ന ജോലി ചെയ്യേണ്ട ആളാണ്, ആണാണ് സുപ്പീരിയർ എന്നതൊക്കെ എഴുതി വെച്ചു. ആൻഡ് അതിനൊരു റിലീജിയസ് പവർ അതിന് കൊടുത്തു, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള പവർ അതിന് കൊടുക്കുന്നു. അപ്പോൾ ദിസ് ഒപ്രസ്ഡ് ക്ലാസ് ഓൾവേസ് ബിലീവ്ഡ് ദാറ്റ് their oppression is natural and hence justified. Thus they don't struggle against this oppression. That is simply നമ്മളിത് വിശ്വസിക്കും. നമ്മൾ ഈ ഓരോ വർക്കിനെയും ഓരോ ടെക്സ്റ്റിനെയും നമ്മൾ ഈ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യണം. ഇതിൻ്റെ ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ഓഡിയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അപ്രോച്ച് ചെയ്യാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്, പ്രശ്നം is the oppressed class will be believing that this oppression is natural. That means ഞാൻ പറഞ്ഞു ആണുങ്ങൾ എഴുതിയ ലിഖിത നിയമങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പെണ്ണിന് മോശക്കാരായിട്ടോ പെണ്ണ് ഇന്ന സോക്കോൾഡ് ഇൻഫീരിയർ ആണെന്നോ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിനെതിരെ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് എഴുതിയത് ആരാണ്, ഇത് എഴുതിയ ആളിന്റെ ക്ലാസ്സും ജെൻഡറും അദ്ദേഹത്തിന്റെ ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റും. അതാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസം എന്ന് പറയുന്നത്. സിംപ്ലി വി ഹാവ് ടു ലുക്ക് ആൻഡ് ഗോ ബാക്ക് ടു ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് എവറി റൈറ്റർ ആൻഡ് എവറി ഓതർ. ഈ ഓതറിന് ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത്. സോ ഫെമിനിസത്തിന്റെ തുടക്കം അത് തന്നെയാണ്. That means this all others were gens and this gens tried to make them superior. ഇത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എടുത്താൽ അങ്ങനെ, അല്ലെങ്കിൽ ദളിത് പെർസ്പെക്റ്റീവ് എടുത്താൽ all the authors in India were so-called Savarna and they tried to make this Dalit inferior. And in European context, all the writers were upper class and they tried to make വർക്കിംഗ് ക്ലാസ് ഇൻഫീരിയർ. വർക്കിംഗ് ക്ലാസ്സിനെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് നോവലുകളും ഒരുപാട് സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരത് വിശ്വസിക്കും. അതിനാണ് നമ്മൾ ഫാൾസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അങ്ങനെ നമുക്കൊരു വിശ്വാസം വരികയാണ്, ഓ ഈ ടെക്സ്റ്റുകളിലും ഈ സിനിമകളിലും ഈ നോവലുകളിലൊക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അത് സത്യമല്ലേ, ഞങ്ങൾ എക്കാലവും താഴ്ന്ന ജാതി തന്നെയാണ് എന്ന് ഒരു ദളിതം വിചാരിക്കുകയാണ്. ഞങ്ങൾ എക്കാലത്തും ആണിന്റെ കീഴിൽ ജീവിക്കേണ്ട ആളാണ് പെണ്ണ് വിചാരിക്കുന്നത്, തങ്ങൾ എക്കാലത്തും മുതലാളിയുടെ കീഴിൽ ജീവിക്കേണ്ടവരാണ് എന്ന് തൊഴിലാളി വിചാരിക്കുന്നതിനൊക്കെ പിന്നിലെ കാരണം എന്താണ്? ഇങ്ങനെ പലതും എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? നമ്മളെ ടെക്സ്റ്റുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ സമരം ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് എഴുതിയതിന്റെ പിന്നിലെ കാരണം നമ്മൾ മനസ്സിലാക്കണം. ആ കാരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ഒരു മൂലധന ശക്തി ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് an എക്കണോമിക് റീസൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് സ്ട്രഗിളിന്റെ റീസൺ ഉണ്ട്. സോ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ ആദ്യം മേലെ പോയിട്ട് അങ്ങ് മുന്നേ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ തന്നെ കട്ട് ഔട്ട് ചെയ്യണം. അദ്ദേഹം ഇത് എഴുതിയതിനുള്ള കാരണം മനസ്സിലാവണം. സോ ദാറ്റ് ഈസ് എ ബേസ് ഓഫ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസം.